ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഷോർട്സ് കണ്ട് നിങ്ങൾ മടുത്തിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴേ എനിക്കതങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നുള്ള സമയം കിട്ടാറില്ല. നമ്മൾ ട്രിപ്പ് പോകുന്നത് തന്നെ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്യാനാണല്ലോ. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്ന് എനിക്കൊരു 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസത്തിൽ ഞാൻ ലോങ് വീഡിയോ ചെയ്താൽ അതിൻ്റെ ഒരു ഫ്ലോയിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഡേ നമ്മൾ ഇന്നതൊക്കെ ചെയ്തു, സെക്കൻഡ് ഡേ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം ഞാൻ ദേ വീട്ടിൽ ചോറും കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കാണുന്നതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോകും. പിന്നെ അതേ വൈബിൽ നിങ്ങൾക്ക് പാർട്ട് 2ഉം 3ഉം ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 2 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. 2ാമത്തെ ദിവസം തുണിയൊക്കെ അലക്കി വീട് മുഴുവൻ ഒതുക്കി പിറക്കി, ഡ്രസ്സ് കുറേ അടുക്കിപ്പറക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു, ക്ലീനിങ് ഒക്കെ ചെയ്ത് പണ്ടാരം അടങ്ങി വീണ്ടും നല്ലപോലെ റെസ്റ്റ് എടുത്ത് എല്ലാം പിന്നെ ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ആ 2 ദിവസം ഇവിടുത്തെ സകല കുക്കിംഗ് ചെയ്തതും അമ്മയായിരുന്നു. ഈവൻ ഈ കാപ്പി പോലും ഞാൻ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് ഞായറാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ട് ഒരു ഞായറാഴ്ച തിരിച്ച് കളത്തിലേക്ക് ഇറങ്ങാം എന്ന് കരുതിയിട്ട് സൺഡേ ഞാൻ രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് ഒരു കോഫി ഇട്ടു. ഇന്നലെ രാത്രിയും അത് ട്രിപ്പ് കഴിഞ്ഞ് വന്നത് 2 ദിവസം എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ് ദിവസം എന്ന് പോലും ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ നൈറ്റ് ഒരു 9:30-10 മണിയായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നാളെ ഞായറാഴ്ചയാണെന്ന്. അപ്പോൾ കണ്ണനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, എടാ നാളെ എനിക്ക് ബീഫ് മേടിക്കണേ, ഞാൻ അവിടെ ലിലിയം ഷീറ്റിൽ കാശ് മേടിച്ചോ, ഞാൻ പിന്നെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ അത് നൈസായിട്ട് അങ്ങ് മറന്നുപോയി. രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ബീഫ് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അവന് വീണ്ടും അത് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു സാധനം അവൻ വാങ്ങിച്ചിട്ടില്ലാന്ന്. ഇനി ചെന്നാൽ ഒടുക്കത്തെ തിരക്കായിരിക്കും എന്നുള്ള ഇറക്കൊക്കെ അവൻ ഇറക്കി. പിന്നെ ഞാൻ സൈക്കോളജിക്കലി അവനെ വീഴ്ത്തി. ഞായറാഴ്ച പള്ളി പിരിയുന്ന സമയത്ത് ഇങ്ങനെ അച്ചായന്മാർ ബുള്ളറ്റിൽ ബീഫും ഒക്കെ വാങ്ങി വരുന്നത് കാണാൻ തന്നെ ഒരു കലയല്ലേ കണ്ണാ, നീ അങ്ങനെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളിതേ ബീഫുമായിട്ട് എത്തി. അപ്പോൾ അത് വാങ്ങാൻ പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാം എന്നൊരു ഇങ്ങനെ ഒരു കൊതി. ഞാൻ ഈ കടയിലെ ബിരിയാണി ട്രിപ്പിൻ്റെ സമയത്തൊന്നും ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഞാൻ വെക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം, കുക്കർ ബിരിയാണി, നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ എന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ഒന്നും ആയിരിക്കണം എന്നില്ല, നേരിലൊന്നും കയറ്റിക്കളയരുത്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേക്ക് എഗ്ഗില്ല, കേടില്ല. ഈ ഒരു ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ കേടിൽ മിക്സ് ചെയ്ത് വെക്കുന്ന മസാലയാണ്. അങ്ങനെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി അച്ചായൻ അല്ലെങ്കിലും കുരിശുമൂട്ടിലെ അച്ചായൻ സാധനങ്ങളൊക്കെ ആയിട്ട് എത്തി. ഞാൻ ദേ എഗ്ഗ് ഒരു 3 എണ്ണം ബിരിയാണിക്കായിട്ട് എടുത്തു. കേടും നമുക്ക് വേണമല്ലോ. ബാക്കി എഗ്ഗൊക്കെ കുക്കുവിൻ്റെ അടുത്ത് കൊടുത്തു വിട്ട് ഫ്രിഡ്ജിലോട്ട് അടുക്കി പറക്കി വെക്കാനായിട്ട്. ഇപ്പോൾ ആളിത്തിരി സഹായം ചെയ്യലൊക്കെ കൂടുതലാണ് കേട്ടോ. എത്ര ദിവസത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രേമമൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും കാര്യത്തിന് ഞാനുമായിട്ട് ഉടക്കി കഴിയുമ്പോൾ. ഇതിപ്പോൾ ഞാൻ 2 ദിവസം ട്രിപ്പൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു സ്നേഹം കൂടുതലാണ് കേട്ടോ. ഇന്നലെ രാത്രി നല്ല അടിപൊളി മടി പിടിച്ചിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. നാനും പൊറോട്ടയും പനീർ ബട്ടർ മസാലയും പിന്നെ എന്തോ ഒരു ബീഫ് റോസ്റ്റാണെന്ന് തോന്നുന്നു, അതുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ രാവിലെ അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ഡിഷിൻ്റെ അകത്ത് ഒരു 2 പൊറോട്ടയും 2 നാനും ഒരു അപ്പവും കൂടെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മതി ഞങ്ങൾക്ക്. ഞാൻ ഒരു പീസ് നാൻ കഴിക്കും, അവനും ഒരു പീസ് നാൻ കഴിക്കും. അമ്മ വേണമെങ്കിൽ അപ്പമോ പൊറോട്ടയോ കഴിക്കും. ചാറിൽ മുക്കി കഴിക്കും. പനീർ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് സാധനമെന്നും പറഞ്ഞ് പിടിച്ച് നെക്കി നോക്കുന്നത് കാണാം. അങ്ങനെ കുക്കു സാർ ആ 2 കറിയും ഒരുമിച്ച് ചൂടാവാനായിട്ട് അവനിലേക്ക് വെച്ചു. ഞാൻ ചൂടാക്കണ്ട, ഞാനത് നല്ല ചൂടുണ്ടായിരുന്നുകൊണ്ട് ആ ഫോയിലിൽ പൊതിഞ്ഞ് അങ്ങനെ തന്നെ ഡിഷിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും, അത് ചൂടാക്കണ്ട. ഇവിടുത്തെ കാക്കകളുടെ ഒടുക്കത്തെ ശല്യം കാരണം എല്ലാത്തിനെയും കിടത്തി ഉറക്കിയിട്ട് ഞാൻ ദേ 10:30-11 മണിക്ക് കാറിൻ്റെ അത്ര നിന്നാണ് കേട്ടോ ഓടി ആഡ് ചെയ്യുന്നത്. ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീംസിൻ്റെ ഇടയിൽ നിന്ന് നിലുവിനെയും കൊണ്ട് ജാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഈ കാറിൻ്റെ അകത്തുനിന്ന് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം കണ്ട് എന്നെ നോക്കി ചിരിച്ചതിൻ്റെ ചിരിയാണ് ആ ഓഡിയോയുടെ എൻഡിൽ നിങ്ങൾ അവസാനം കേട്ടത്. ഈച്ചേനെ കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ബീഫും കൂടെ വന്നതുകൊണ്ട് ഒരു 2-3 എണ്ണം ഉണ്ട്. എപ്പോഴും സ്ഥിരമായിട്ട് ഒരെണ്ണം ഉണ്ടാവും, ഇന്നിപ്പോൾ 2-3 എണ്ണം ഉണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ലോഷൻ എടുത്ത് അവിടേക്ക് ഒന്ന് തുടച്ചു. ഒരു 3-4 മിനിറ്റത്തേക്ക് വരത്തില്ല, അത് കഴിയുമ്പോൾ വീണ്ടും വരും. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ 1/2 കിലോ ഇറച്ചിക്കകത്തുനിന്ന് വളരെ കുറച്ച് മതി. ബിരിയാണിയിൽ ഓരോ എഗ്ഗും കൂടെ ഞാൻ ചേർക്കും. ബാക്കി ഇറച്ചിയൊക്കെ ഞാൻ ദേ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിലോട്ട് ആക്കുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ ഒക്കെ ബീഫ് കറിയോ ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഈ മന്ത്ലി വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ 4000-5000 രൂപയ്ക്ക് നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ മീറ്റും ഫിഷും ഒക്കെ അതിൻ്റെ അകത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചില്ലായിരുന്നോ? ഇതാണ് അതിൻ്റെ റീസൺ. ഞായറാഴ്ച 1/2 കിലോ ബീഫ് വാങ്ങിച്ചാൽ അത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. ചിക്കനാണ് വാങ്ങിക്കുന്നതിൽ എനിക്കതൊരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു ദിവസം ചിക്കൻ ഫ്രൈ, ഒരു ദിവസം ചിക്കൻ കറി, ഒരു ദിവസം ബിരിയാണി, അങ്ങനെ. പിന്നെ ഫിഷ് അതൊരു 200 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം 3 ദിവസമെങ്കിലും എടുക്കാൻ പറ്റും. 3ഉം 2 5 ദിവസം അങ്ങോട്ട് മാറിയല്ലോ. ഒരു ദിവസം ചമ്മന്തി, ഒരു ദിവസം സാമ്പാർ അല്ലെങ്കിൽ തീയൽ മതിയല്ലോ, വിത്ത് ഓംലെറ്റ്. അങ്ങനെ ആകുമ്പോഴേക്ക് ആഴ്ചയിൽ 400 രൂപയ്ക്ക് ഇവിടെ മീറ്റും ഫിഷും വാങ്ങിക്കത്തുള്ളൂ.
ഈ കടലിൻ്റെ വായിക്കാത്തതായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫിഷിനൊന്നും അധികം കഴുത്തറപ്പൻ റേറ്റ് ഒന്നും മേടിക്കാറില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചോദിച്ച സ്ഥലം എനിക്കറിയത്തില്ല, അവിടത്തേക്ക് അവൈലബിലിറ്റി ചിലപ്പം വ്യത്യാസം ഉണ്ടായിരിക്കാം. ചിക്കൻ ബിരിയാണി വെക്കുന്നത് പോലെ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് വിസിലടിച്ച് എടുക്കാൻ പറ്റത്തില്ല. കാരണം ബീഫിന് നല്ല വേവുണ്ട്. അത്രയും വിസിലടുപ്പിച്ചാൽ നമ്മുടെ അരിയൊക്കെ കുഴഞ്ഞ് പൊങ്കലായി പോവും, പൊങ്കാലിട്ടതുപോലെ ആയി പോവും. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള ബീഫിൽ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാൻ നിന്നില്ല. അതിലങ്ങ് ചീകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ. ലോ ഫ്ലെയിമിൽ അവസാനത്തെ വിസിൽ നമ്മൾ വിത്ത് അരിയായിരിക്കും ഇടുന്നത്. ഞങ്ങളിപ്പോൾ ഈ ട്രിപ്പ് പോയപ്പോഴേ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ ചേട്ടൻ പവിഴൻ മെസ്സേജ് ഇട്ടത് തന്നെ, എടി ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ, ലോ ഫ്ലെയിമിൽ 4 വിസിൽ, നീ എവിടെയാണെന്നും പറഞ്ഞിട്ടാണ്. എനിക്കെന്തോ ആ കണക്ക് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു മാതിരിയാണ്. മിക്കവാറും എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആ ഒരു ഡയലോഗായിരിക്കും. കുക്കു സാർ കഴിച്ചു കഴിഞ്ഞാൽ അതേ പാത്രത്തിൽ ഞാൻ ഒരു പീസ് നാനും എടുത്തു, ബാക്കി കറിയും എടുത്തു. ഈ ന്യൂട്ടൺസ് ലോ ഒക്കെ പോലെ ഇതൊരു പ്രകൃതി നിയമമാണ്. അമ്മമാർ ഭക്ഷണം കഴിക്കുമ്പോൾ മക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ അവനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ഞാൻ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് എണീറ്റത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കേൾക്കുന്ന ആ നിലവിളി, ആ രാഗത്തിൽ കേൾക്കുന്ന നിലവിളി നിലുവിൻ്റെതാണ്, അകത്തുനിന്നാണ്. എന്തിനാണെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. ഇപ്പം ഞാൻ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വോയിസ് ഓവർ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അമ്മയും കുക്കും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഞാൻ എനിക്കുള്ള ഡീറ്റോക്സ് ഡ്രിങ്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ വേറൊന്നും കുടിക്കരുത്. ഇപ്പോൾ എന്താണ് ഈ ക്യാമറ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും അത് അമ്മയോ കുക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തപ്പോഴത്തേക്ക് നീക്കിയതായിരിക്കണം. ബൈ മെലിയണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഈ ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വേറെ ഒന്നും കുടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. നോർമലായിട്ടുള്ള വെള്ളവും കുടിക്കരുത്, ഈ പെപ്സി, മിറിണ്ട അങ്ങനത്തെ ഉള്ള സാധനങ്ങളും കുടിക്കരുത് കേട്ടോ. ഡെഡിക്കേറ്റഡ് ആയിട്ട് വെള്ളത്തിന് പകരം പറ്റുമ്പോഴൊക്കെ അതിൽ കൂടുതലായിട്ടും വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബിരിയാണിയിലേക്ക് വേണ്ട സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഇവിടെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആകെ വേണ്ടി വരുന്നത് ഒരു വലിയ സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്. 3-4 സവാളയൊക്കെ അരിഞ്ഞിങ്ങനെ മുരിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ടേസ്റ്റിൽ ചിലപ്പം വ്യത്യാസം ഉണ്ടായിരിക്കാം. എനിക്കങ്ങനെ തോന്നാത്തത് കൊണ്ട് ഞാൻ ഒരു സവാളയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരല്ലേ കഴിക്കാനുള്ളൂ. ഉച്ചക്കത്തേക്ക് മാത്രം മതി, രാത്രി വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് ബിരിയാണിയുടെ ടോപ്പിങ്സിനുള്ള കുറച്ച് സവാള വറുത്തതും കൂടെ എടുക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുക്കത്തുള്ളായിരുന്നു. തക്കാളിയും ഒരു മീഡിയം അളവിലുള്ളൊരു തക്കാളി, 2 പച്ചമുളക് കീറിയത്. 1 വിസിലും കൂടെ താങ്ങാനുള്ള കെൽപ്പ് ബീഫിന് ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് കുക്കർ മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാളയും തക്കാളിയും ബിരിയാണി മസാലയൊക്കെ ഒന്ന് വഴറ്റി ചേർക്കണം. അല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പച്ച രുചിയായിരിക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പാനിൽ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് നമുക്ക് ഈ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കാം. അതായത് ബിരിയാണിയുടെ ടോപ്പിങ്സിൽ ഇടുന്ന ഒരു പരുവത്തിന് മുരിച്ചെടുക്കാം. പക്ഷെ അത്ര ചുക്ക് പോലെ ഞാനിത് ആക്കാറില്ല. അങ്ങനെ ഒരു പരുവം തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിർത്തും. അപ്പോഴേക്കും ഞാൻ തീ കുറച്ചിട്ട് തക്കാളിയൊക്കെ ആഡ് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ആ ഒരു മുറം വെച്ച് മൂടി വെച്ചേക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകുമാണ് കേട്ടോ. അവിടെ ഈച്ച വരാണ്ടിരിക്കാൻ എൻ്റെ വെള്ളം ഞാൻ ബോട്ടിലേക്ക് മാറ്റി. ഈ ഒരു ബോട്ടിൽ കുടിച്ചിട്ടൊന്നും ആവത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 3-4 കവള് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. നാളെ വരെ ഞാനിതിങ്ങനെ ഫില്ല് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കും. നാളെ രാവിലെ ആകുമ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഉലുവയും ജീരകം അടക്കം ഇതങ്ങ് കുടിക്കും. എന്നിട്ടാണ് അടുത്ത സെറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് നിറയെ കൈമ അരി എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് സവാള കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഞാൻ ഇടയ്ക്ക് വന്ന് ചിക്കുന്നുണ്ട്. ബിരിയാണി അരി നന്നായിട്ട് കഴുകി ഊറ്റി വയ്ക്കാം. ഞാനിത് കുതിർത്തിയൊന്നും വെക്കാറില്ല. ചില സമയത്ത് അങ്ങനെ തോന്നുമ്പോൾ സമയം ഉണ്ടെങ്കിൽ 8-10 മിനിറ്റൊക്കെ ചിലപ്പോൾ കുതിർത്തി വയ്ക്കും. റെയറായിട്ട് എപ്പോഴും 2-3 തവണ മാത്രമേ ഞാനങ്ങനെ 30 മിനിറ്റ് ഈ ടൈം ഫ്രെയിം പറയുന്നതനുസരിച്ച് കുതിർത്തി വെച്ചിട്ടുള്ളൂ. കൈമ അരി പെട്ടെന്നാവും, അത്ര നേരമൊന്നും കുതിർത്തി വെക്കേണ്ട കാര്യമില്ല. സവാള നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എൻ്റെ ഒരു പരുവത്തിനനുസരിച്ച് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നല്ലതുപോലെ മുരിഞ്ഞത് മാത്രം ഒരു സൈഡിലോട്ട് ഒതുക്കി ടോപ്പിങ്സിനായിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. തക്കാളി പെട്ടെന്ന് വഴന്ന് വരാത്തത് കൊണ്ട് ഞാനൊന്ന് കുത്തി ഉടച്ചൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ കുക്കറിലിട്ട് വിസിലടുപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര ഉടഞ്ഞില്ലേലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ഞാൻ ബിരിയാണി മസാല മാത്രമേ ഇതിലിപ്പോൾ ചേർക്കാറുള്ളൂ. മുമ്പ് ഇത്തിരി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമായിരുന്നു. ഇപ്പോൾ എന്തോ ബിരിയാണി മസാല മാത്രം മതി ടേസ്റ്റിനെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏത് ബ്രാൻഡിൻ്റെയാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിടുമ്പോഴത്തേക്ക് ഞാനതിലെ പേര് നോക്കാറില്ല. ബിരിയാണി മസാല ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ കമ്പനിയൊന്നും നോക്കാറില്ല.
എന്നിട്ട് ദേ ഈ ഒരു കൂട്ട് നമ്മുടെ വെന്ത ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്തിരി തൈരും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന 1 ഗ്ലാസ് നിറയെ ഉള്ള അരി ഇട്ട് കൊടുത്തു. ഇതിന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം 1.25 ഗ്ലാസ് വെള്ളം എടുക്കാൻ. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇത് തോടോട് കൂടിയിട്ടുള്ള മുട്ടയാണ്. ഇതൊക്കെ നിങ്ങൾക്കിപ്പം ബൈ ഹാർട്ടായി കാണും, കുക്കർ ബിരിയാണി എൻ്റെ റെസിപ്പിയൊക്കെ. ഇതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഞാൻ എടുത്ത് തോട് കളഞ്ഞെടുക്കും. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ മുഴുവൻ മസാലകളായിട്ട് 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്. ഇതും എൻ്റെ കണക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. 4 ഗ്രാമ്പു എടുക്കുന്നത് എനിക്ക് എന്തോ ഇഷ്ടമല്ല. 3 ആണോ എനിക്കിനി ഇഷ്ടപ്പെട്ട നമ്പർ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എപ്പോൾ എടുത്താലും 3 ഗ്രാമ്പു ഞാൻ എടുക്കത്തുള്ളൂ. അത് ഗ്രാമ്പു ആണെങ്കിൽ കേട്ടോ. ഏലക്കയൊക്കെ ആണെങ്കിൽ എപ്പോഴും 1 എടുക്കത്തുള്ളൂ. അത് ഇത്തിരി ഓവർ പവറിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മൾ ഇത്തിരി ചായക്കൊക്കെ ആയിരിക്കുമല്ലോ ചേർക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈ ഒരു വെള്ളം നല്ല രീതിക്ക് നിങ്ങൾക്ക് തിളപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ തീ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് 1 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്തില്ലേ, അപ്പോൾ അരിയിൽ നമ്മൾ എപ്പോഴും ഒരുപാട് ഉപ്പിടത്തില്ലേ വെള്ളം ഒഴിച്ച് വേവാൻ വയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഇത്തിരി കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അത് അടച്ചു വെച്ചു. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആക്കി കൊടുത്തു. ഓൾറെഡി വെള്ളത്തിന് തിള വന്നല്ലോ. ഇപ്പോൾ ഞാൻ സാലഡിനായിട്ട് 1 ക്യാരറ്റും 1 തക്കാളിയും 1 ചെറിയ സവാളയും കൂടെ എടുത്തു കേട്ടോ. സാലഡിൻ്റെ കാര്യം ഞാൻ ആക്ച്വലി മറന്നുപോയി. സാധാരണ ഞാൻ ബിരിയാണിക്ക് വേണ്ട സവാളയും തക്കാളിയും അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് സാലഡിനും അരിഞ്ഞ് മാറ്റി വെക്കുന്നതാണ്. ഇപ്രാവശ്യം എന്തോ മറന്നുപോയി. എന്നിട്ട് ഞാൻ അത് അരിയാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മണിച്ചിത്രത്താഴിലെ ടടരൻ ടടരൻ എന്നുള്ള ട്യൂണാണ്. ആ ഒരു ഈച്ച പിന്നെയും വന്നിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ ഒരു പ്രാവശ്യം കാണിച്ചുള്ളെങ്കിൽ ഇവിടെ 2-3 പ്രാവശ്യം പുൽത്തൈലമൊക്കെ ഇട്ട് തുടച്ചു കേട്ടോ. എന്നിട്ടും അത് വന്നു. ഈച്ച ഒരു വശത്ത്, 2 പൂച്ച കുഞ്ഞുങ്ങൾ ഇപ്പുറത്തെ വശത്ത്. ഇതിങ്ങനെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് നടന്നോളും കേട്ടോ. ഇപ്പോൾ അമ്മയും കുറേ കൂടെ ഒക്കെ ഫ്രീ ആണ്. നിലുവിന് ഏകദേശം 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അമ്മ ഇവിടെ വരുന്നത്. ഇപ്പോൾ നിലുവും കുക്കുവും അങ്ങനെ അവരിരുന്ന് കളിക്കാനുള്ള ടൈമൊക്കെ അങ്ങനെ തുടങ്ങി. അതായത് TV കണ്ടുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കും. പിന്നെ കുക്കു അങ്ങ് നോക്കിക്കോളും അവനെ. ഇതായിരുന്നു ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി. അതായത് ഇവിടെ നമുക്ക് അധികം ടെൻഷൻ ഇല്ലാതെ നിൽക്കാം. രണ്ടുപേരും അങ്ങനെ അങ്ങ് ഇരുന്നോളും. അങ്ങനെ സാലഡിനായിട്ട് ഞാൻ ക്യാരറ്റും തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞെടുത്തു. അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്തിരി വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊരു മിക്സർ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സാലഡ് റെഡിയായി. ഇനി ഒരു 3 പപ്പടവും കൂടെ കാച്ചണം. എപ്പോഴും ഞാൻ അമ്മേനെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ്. ഞാൻ നോക്കിയപ്പോൾ അമ്മ ഫോണില്ല. അമ്മയുടെ ബ്രദറോ സിസ്റ്ററോ ആരാണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ വിളിക്കണ്ടെന്ന് ഞാനും അങ്ങ് കരുതി. അങ്ങനെ പപ്പടം കാച്ചി. ഇപ്പുറത്തെ നമുക്കിനി നട്ട്സും കൂടെ വറുത്ത് ചേർക്കാനുണ്ടല്ലോ ബിരിയാണിയുടെ ടോപ്പിങ്സിനായിട്ട്. കാഷ്യൂ മൊത്തം തീർന്നിരുന്നു കേട്ടോ. കുറച്ച് പിസ്ത നട്ട്സും ബദാമും ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു, റേസൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഈ ബദാമൊക്കെ പൊക്കി ബിരിയാണിയിൽ ഇടാനായിട്ട് എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി മാത്രം ഒരു ചെറിയ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വറുത്തെടുത്തു. ഒരു 3-4 പപ്പടം ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി കേട്ടോ. 3 പപ്പടം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ കഴിക്കുമ്പോൾ പപ്പടം കക്കാനായിട്ട് ഒരുത്തൻ വരും. അവനൊരു പപ്പടം കൊടുക്കണം. അവൻ ബിരിയാണി കഴിക്കത്തില്ല, ചോറായിരിക്കും കഴിക്കുന്നത്. ഗ്യാസിൻ്റെ അടുത്തൊരു കറിച്ചട്ടി നിങ്ങൾ കണ്ടില്ലേ, അതിൽ ഇന്നലത്തെ മത്തിക്കറിയും കുറച്ച് കപ്പ കുഴച്ചതും കൂടെ ചേർത്ത് ചൂടാക്കി വെച്ചിരിക്കുക. ചോറ് കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. അതായിരിക്കും അമ്മയുടെ മെനു. നിലുവിന് പിന്നെ ലില്ലിയംസിൻ്റെ വീട്ടിൽ നിന്ന് ഇത്തിരി ചോറ് എടുത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണി അടിയിലൊന്നും പിടിക്കാതെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനതെടുത്ത് ഒരു ഹോട്ട് പോട്ടിലേക്ക് മാറ്റി അതിലേക്ക് മുട്ട പൊളിച്ച് 3 മുട്ടയും ചേർത്തു. വിടില്ല, ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ കിടന്ന് കറങ്ങുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും റൈസിൻസും ഒക്കെ കൂടി ഇട്ട് കൊടുത്തു. ബാക്കി പാനിലുണ്ടായിരുന്ന നെയ്യ് അങ്ങനെ അങ്ങ് പുറത്തോട് ഒഴിച്ചു കൊടുത്തു. കുറച്ച് മല്ലിയില ഫ്രിഡ്ജിലിരുന്നതെടുത്ത് കഴുകി അതങ്ങോട്ട് മുറിച്ചിട്ടു. അങ്ങനെ ബിരിയാണിയും സാലഡും പപ്പടവും പിന്നെ മമ്മി ഇട്ട് തന്ന നാരങ്ങ അച്ചാറും കൂടെ ആയപ്പോഴത്തേക്ക് സംഗതി കുശാൽ. ഇനി നമുക്ക് കഴുകാനുള്ളത് ആ ഒരു കുക്കർ, പിന്നെ നമ്മൾ നെയ്യിൽ ആ റൈസൻസൊക്കെ വറുത്തെടുത്ത ഒരു ചെറിയ പാൻ, പിന്നെ അരിയും വെള്ളമൊക്കെ അളന്ന ഗ്ലാസ്. ഇതെല്ലാം കൂടെ കഴുകി മാറ്റി ആ വെളിയിലത്തെ സ്റ്റീൽ റാക്കിൽ കൊണ്ട് വെക്കണം. അവിടെ മിക്കപ്പോഴും ഓൾറെഡി ഒരു പിരമിഡിനോളമുള്ള പാത്രമാവും കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇത് മുഴുവൻ കഴുകി അതിൻ്റെ അകത്തായിരിക്കും വെക്കുന്നത്. അത് മുഴുവൻ അകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റീൽ റാക്ക് വെളിയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ റെയറായിട്ടേ അത് കാണിക്കാറുള്ളൂ. ബട്ട് ഐ തിങ്ക് റെഗുലറായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ ഇവിടുന്ന് പറക്കിക്കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നല്ല രീതിക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പും കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞങ്ങളിത് ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിക്ക് 420 രൂപയ്ക്ക് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വാങ്ങിച്ച വാട്ടർമെലനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ പകുതി എടുത്ത് ഒരു ജ്യൂസാക്കി കളയാമെന്നങ്ങ് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ ബിരിയാണിയൊക്കെ ലഞ്ചിന് കഴിച്ച് കഴിയുമ്പോഴേ
ഒരു ലൈം സോഡയോ നൈസായിട്ടൊരു ജ്യൂസോ ഒക്കെ കുടിക്കാൻ തോന്നത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പകുതി എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ മുറിച്ചിട്ട് കുറവുള്ള ഭാഗം എടുത്തു, അത്രയും മതി. മറ്റേത് ഒരു വലിയ പീസാണ്, അതങ്ങനെ ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും പാല് മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് അതൊരു ഷേക്ക് ആക്കാമെന്ന് കരുതി. എന്നിട്ട് ആ ഒരു കഷ്ണം വൃത്തിയായിട്ട് കഴുകി, അത് ആദ്യം കഴുകണമായിരുന്നു, പക്ഷേ ഞാൻ മുറിച്ചിട്ടാട്ടോ കഴുകിയത്, എന്തോ തിരിഞ്ഞുപോയി. എന്നിട്ട് കുറച്ച് ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടു. കുറച്ച് അരിഞ്ഞ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് മൊത്തം നിറഞ്ഞു പോയി. പിന്നെ ഞാൻ കത്തിയും കൊണ്ട് ഇങ്ങനെ കുത്തി ഉടച്ചു, താഴോട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവാനായിട്ട്. സംഭവം അത്യാവശ്യം നല്ല ലാഭമായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ മീനൊക്കെ റേറ്റ് കുറച്ച് കിട്ടുമെങ്കിലും പച്ചക്കറിയൊക്കെ നല്ല കഴുത്തറപ്പൻ റേറ്റിലാണ് കിട്ടുന്നത്. കപ്പയും മധുരക്കിഴങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മധുരക്കിഴങ്ങ് ഞാൻ വാങ്ങിച്ചില്ല, കപ്പ മാത്രമേ വാങ്ങിച്ചുള്ളൂ. എനിക്കതിൽ ഇപ്പോൾ കുറ്റബോധമുണ്ട്, അന്ന് എന്താണാവോ കപ്പ മാത്രം വാങ്ങിക്കാനായിട്ടാണ് തോന്നിയത്. ഈ വാട്ടർമെലൻ അരിഞ്ഞിട്ടതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കും. വൺസ് അപ്പോൺ എ ടൈം എല്ലാ ജ്യൂസും ഉണ്ടാക്കുന്ന പോലെ ഞാനിതിൽ വെള്ളം ചേർത്ത് കുളമാക്കിയതുകൊണ്ട് ഞാൻ പിന്നീട് അത് ഓർത്ത് ചെയ്യാറുണ്ട്, വെള്ളം ചേർക്കരുത്. ജ്യൂസ് റെഡിയായി, പക്ഷേ വാട്ടർമെലൻ ഫ്രിഡ്ജിലല്ലല്ലോ ഇരുന്നത്, അതുകൊണ്ട് അതിന് തണുപ്പില്ല. ബിരിയാണി കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്ക് അത് തണുത്ത് വരാനായിട്ട് ഞാനത് ഈ 2 കപ്പിലാക്കി നേരെ കൊണ്ടുപോയി അങ്ങ് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഫോണിൽ ചുരണ്ടി അന്ന് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന ഷോർട്ട്സൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ബിരിയാണി കഴിക്കാനായിട്ടിരുന്നു. നിലൂനെ ഈ ഭാഗത്തെങ്ങും കണ്ടില്ല, അതുകൊണ്ട് പപ്പടം കക്കാനായിട്ട് ആളില്ലായിരുന്നു. കുക്കുസാർ അവിടെ ഒളിച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് നേരം നോക്കാതാകുമ്പോൾ തനിയെ പോകുമെന്നും പറഞ്ഞിട്ട് എണീറ്റ് വരും. ഇത്തിരി എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ് 2 ദിവസം ഇല്ലാഞ്ഞതിൻ്റെ. ഈ ബീഫ് ബിരിയാണി വെക്കുമ്പോഴുണ്ടല്ലോ, കൊഴുപ്പ് ചേർന്നിട്ടുള്ള പീസുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് പൊളിക്കും കേട്ടോ. കുറച്ച് കൊഴുപ്പ് അതിനുവേണ്ടി വാങ്ങിച്ചാലും തെറ്റില്ല, അതൊക്കെ ചേർന്ന് ഇങ്ങനെ അരി വേകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഉച്ചയും മുക്കാൽ. ഇനിയൊരു ഉറക്കമുണ്ട്. ടീച്ചർ എപ്പോഴാണ് തിരിച്ച് വീട്ടിൽ പോയിട്ട് കടൽ കാണാനായിട്ട് കൊതിയാവുന്നു എന്നുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടു. കടൽ കണ്ടോളൂ കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.